നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. 7 പരീക്ഷകൾ മാറ്റി സർവകലാശാലയിൽ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം. KSU സർവകലാശാല കവാടത്തിൽ വാഴ വെച്ചു. MSF ഇരച്ചുകയറാൻ ശ്രമിച്ചു. സംഘർഷവും അറസ്റ്റും. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യ. K സുധാകരന്റെ മൊഴി രേഖപ്പെടുത്തി പോലീസ്. ചോദ്യം ചെയ്യൽ നടാലിലെ വീട്ടിൽ കൃത്യമായി മറുപടി നൽകിയതായി K സുധാകരൻ. ഗുസ്തിയിലെ കണ്ണൂർ രത്നത്തെ അനുസ്മരിച്ച് കായിക പ്രേമികൾ. ഗുരുസ്മരണയിൽ ടൗൺ സ്ക്വയർ മുഴുകി. പരിപാടിയുടെ ഭാഗമായി വിവിധ കായിക മത്സരങ്ങളും. ആശംസകൾ നേർന്നത് കായിക താരങ്ങളും കലാകാരന്മാരും. വാർത്തകൾ വിശദമായി. മൾട്ടി ഡിസിപ്ലിൻ കോഴ്സുകളിലെ 7 പരീക്ഷകൾ പരീക്ഷാ ദിനത്തിൽ മാറ്റിവെച്ചതിൽ പ്രതിഷേധിച്ച് KSU MSF പ്രതിഷേധം. KSU വാഴയുമായി കണ്ണൂർ സർവകലാശാലയിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. സർവകലാശാല കവാടത്തിൽ വാഴ സ്ഥാപിച്ച KSU പ്രവർത്തകർ അകത്തു കടക്കാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞു. ഇതേ തുടർന്ന് ഉന്തും തള്ളും വാക്കേറ്റവും സംഘർഷവും നടന്നു. വൈസ് ചാൻസലറെ കാണണമെന്ന ആവശ്യവുമായി എത്തിയ MSFും പോലീസും തമ്മിലും കയ്യാങ്കളി നടന്നു. ഇതിനുവേണ്ടി നിലകൊള്ളുന്ന ഒരു സംവിധാനമാണ് എന്നുള്ള ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ പറയുവാനുള്ളത്. ഒരു പരീക്ഷയെ ഇത്രയും തമാശ രൂപത്തിൽ കാണുന്ന ഒരു യൂണിവേഴ്സിറ്റി കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ പോലും മറ്റൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് പല അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പരീക്ഷ ചോദ്യപേപ്പർ അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് ചോർത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ ചോദ്യപേപ്പർ ഇമെയിൽ അയച്ച് വലിയ കൊട്ടിഘോഷിച്ച് ഇവർ പറയുന്നുണ്ടല്ലോ വലിയ വിപ്ലവമാണ് എന്നൊക്കെ പറഞ്ഞ് ഇമെയിൽ അയച്ച് ചോദ്യപേപ്പർ കൊടുക്കുന്നുണ്ടല്ലോ. അങ്ങനെ ചോദ്യപേപ്പർ കൊടുത്തിട്ട് ഒരു സുരക്ഷയും ഇല്ലാതെ അത് പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു സംവിധാനം പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കറിയാം ഏതാ വെയില്, ചൂടിനകത്ത് നമുക്കറിയാം ഈ ഒരു മാസത്തിലുള്ള ചൂട്, കണ്ണൂർ ജില്ലക്കകത്തുള്ള ചൂട് ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുമ്പോൾ ഓരോ വിദ്യാർത്ഥിയും ഉറക്കമൊഴിച്ചിരുന്ന് പഠിച്ച് രാവിലെ എക്സാമിനേഷൻ ഹാളിനകത്തേക്ക് എത്തി പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് അവരുടെ ചോദ്യപേപ്പർ ആൻസർ പേപ്പറും വാങ്ങിച്ച് അവരുടെ പേരെഴുതിയിട്ട് കാത്തു നിൽക്കുന്ന സമയത്ത് ചോദ്യപേപ്പർ ഇല്ല. ചോദ്യപേപ്പർ 11 മണിയാകുമ്പോൾ ചോദ്യപേപ്പർ എത്തുമെന്ന് പറയുന്നു. ചോദ്യപേപ്പർ കാണുന്നില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ അവസാനം പറയുന്നു 5-ാം തീയതിയിലേക്ക് പരീക്ഷ മാറ്റിയെന്ന്. എന്താണ് ഈ യൂണിവേഴ്സിറ്റി കാണിക്കുന്നത്? ഇതെന്ത് തോന്നിവാസമാണ് ഈ യൂണിവേഴ്സിറ്റി കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്? ഇവിടെ നടക്കുന്നത് വലിയ ദുരൂഹതയാണ്. ഇവിടെ നടക്കുന്ന ദുരൂഹമായ കാര്യങ്ങളെ പറ്റി കൃത്യമായ അന്വേഷണം വേണം. എല്ലാ തോന്നിവാസങ്ങളും സഹിച്ചു മുന്നോട്ട് പോകേണ്ടുന്ന ഗതികേടിലാണ് ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കകത്ത് കീഴിലെ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട അധികാരികളെ നിങ്ങളൊന്ന് ആലോചിക്കണം. സമരങ്ങൾ തുടർക്കഥയായി മുന്നോട്ട് പോകുമ്പോൾ എല്ലാ കാലത്തും നീതിയുക്തമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ അത് പഠിപ്പിക്കാൻ KSU രണ്ടും കൽപ്പിച്ചിറങ്ങുമെന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. പോലീസ് ബലം പ്രയോഗിച്ചാണ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയത്. KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ സമരം ഉദ്ഘാടനം ചെയ്തു. സെനറ്റ് അംഗം അഷിത് അശോകൻ, ആദർശ് മാങ്ങാട്ടിടം, അർജുൻ ചാലാട് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. കണ്ണൂർ സിറ്റി CI സനൽകുമാർ, ടൗൺ SI VV ദീപ്തി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സർവകലാശാല കവാടത്തിൽ ക്യാമ്പ് ചെയ്തിരുന്നു. KSU മാർച്ചിന് ശേഷം സർവകലാശാല മാർച്ച് നടത്തിയ MSF പ്രവർത്തകരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. 2 ദിവസങ്ങളിലായി നടക്കുന്ന അസോസിയേഷൻ ഓഫ് കേരള വാട്ടർ അതോറിറ്റി ഓഫീസേഴ്സ് അക്വ 6ാമത് സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായി. ശിക്ഷക് സദനിൽ നടക്കുന്ന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറിയും CPM PB അംഗവുമായ വിജു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. In the same period, 3,25,000 migrant workers, people who migrate from rural areas, coming from farmers' families, agriculture workers' families, who are not getting jobs in the rural areas, who are forced to migrate to the urban areas, to the cities in search of job. They are not getting jobs and they are also falling into a debt trap, and more than 3,25,000 such people, mostly younger people, have committed suicide in this period.
സംസ്ഥാന പ്രസിഡന്റ് തമ്പി എസ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ സീമ എസ് നായർ, ഡോക്ടർ സുധീർ ഇ വി, അനിൽകുമാർ കെ വി, ഉണ്ണികൃഷ്ണൻ പി, ഹണി ബാലകൃഷ്ണൻ, ഗംഗാധരൻ, രഞ്ജീവ് എസ്, പ്രജിത, ഡെബിൻ ദാമോദർ എന്നിവർ സംസാരിച്ചു. ഉച്ചഭക്ഷണത്തിന് ശേഷം സംഘടന രാഷ്ട്രീയ പ്രമേയ അവതരണവും ചർച്ചയും ഉണ്ടായി. പൂർവ്വകാല നേതൃസംഗമവും യാത്രയപ്പ് പരിപാടിയും സുഭാഷ് ആർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കലാ സാംസ്കാരിക സന്ധ്യയും കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് സുഭാഷ് അറുകരിയും സംഘവും അവതരിപ്പിച്ച പാട്ടരങ്ങുമുണ്ടായി. പ്രതിനിധി സമ്മേളനം നാളെ കാലത്ത് 9:30 മുൻ MP പി കരുണാകരൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്തും പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റിയും ചേർന്ന് നിറവ് 2025 ഏകദിന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. AO N സുജിത്ത് ഉദ്ഘാടനം ചെയ്തു. കളിയും പാട്ടും കഥപറച്ചിലും കൗതുക വസ്തുക്കളുടെ നിർമ്മാണവും മുഴപ്പിലങ്ങാട്ടെ കുട്ടികൾക്ക് അവധിക്കാലത്ത് കിട്ടിയ സമ്മാനമായി. മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്തും പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റിയും ചേർന്ന് നടത്തിയ നിറവ് 2025 എന്ന ഏകദിന പഠന ക്യാമ്പിൽ അവധിക്കാലം മറന്ന് 75 കുട്ടികൾ പങ്കെടുത്തു. കളിയും കാര്യവും, ജീവിതമാണ് ലഹരി, പാട്ടും പറച്ചിലും, കടലാസിൽ വിരിയുന്ന കൗതുകങ്ങൾ, കഥാകാരനൊപ്പം എന്നീ സെക്ഷനുകളിൽ പ്രജീഷ് വേങ്ങ, പി സുനോജ് കുമാർ, രംഷി പട്ടുവം, ജനു ആയിച്ചങ്കണ്ടി, TKD മുഴപ്പിലങ്ങാട് എന്നിവർ പരിശീലനം നൽകി. BPC CR വിനോദ് കുമാർ അധ്യക്ഷനായി. വി ജ്യോതി, M പ്രതീഷ്, PK ശശീന്ദ്രൻ, KK റംലത്ത്, K ശിവദാസൻ, P മുഹമ്മദ് അഷ്റഫ് എന്നിവർ സംസാരിച്ചു. സമാപന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സജിത ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് C വിജേഷ് അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KV റജീന, പഞ്ചായത്ത് അംഗം K ലക്ഷ്മി, CRC കോർഡിനേറ്റർ K രേഷ്മ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ബിന്ദു സജിത് കുമാറെ അനുസ്മരിച്ച് ഗായകലോകം. കണ്ണൂർ മ്യൂസിക് ലവേഴ്സ് സ്നേഹക്കൂട് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ഗായികയും അവാക് ജില്ലാ സെക്രട്ടറിയുമായിരുന്ന ബിന്ദു സജിത് കുമാറിന്റെ 1ാം ചരമവാർഷിക ദിനം ആചരിച്ചത്. കണ്ണൂർ വൃന്ദാവൻ പാർട്ടി ഹാളിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. മ്യൂസിക് ലവേഴ്സ് മെമ്പർ പ്രസാദ് അരയാല അധ്യക്ഷത വഹിച്ചു. സ്നേഹക്കൂട് അഡ്മിൻ സരിത സന്തോഷ് സ്വാഗതം പറഞ്ഞു. അനിൽകുമാർ, KN രാധാകൃഷ്ണൻ, ആർട്ടിസ്റ്റ് ശശികല, രാജേഷ് പാലങ്ങാട്, KP സൂരജ് തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഗ്രൂപ്പ് അംഗങ്ങളുടെ ഗാനാലാപനവും അരങ്ങേറി. വാർത്തയിൽ ഇനി ഒരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. 7 പരീക്ഷകൾ മാറ്റി സർവകലാശാലയിൽ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം. KSU സർവകലാശാല കവാടത്തിൽ വാഴ വെച്ചു. MSF ഇരച്ചുകയറാൻ ശ്രമിച്ചു. സംഘർഷവും അറസ്റ്റും. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യ. K സുധാകരന്റെ മൊഴി രേഖപ്പെടുത്തി പോലീസ്. ചോദ്യം ചെയ്യൽ നടാലിലെ വീട്ടിൽ കൃത്യമായി മറുപടി നൽകിയതായി K സുധാകരൻ. ഗുസ്തിയിലെ കണ്ണൂർ രത്നത്തെ അനുസ്മരിച്ച് കായിക പ്രേമികൾ. ഗുരുസ്മരണയിൽ ടൗൺ സ്ക്വയർ മുഴുകി. പരിപാടിയുടെ ഭാഗമായി വിവിധ കായിക മത്സരങ്ങളും. ആശംസകൾ നേർന്നത് കായിക താരങ്ങളും കലാകാരന്മാരും.
Oracle Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. വയനാട് DCC ട്രഷററായിരുന്ന NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം KPCC അധ്യക്ഷൻ K സുധാകരന്റെ മൊഴി രേഖപ്പെടുത്തി. കണ്ണൂർ നടാലിലെ വീട്ടിലെത്തിയാണ് ബത്തേരി DYSPയും സംഘവും മൊഴിയെടുത്തത്. വിജയൻ നൽകിയ കത്തുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ചോദിക്കുകയായിരുന്നു പോലീസെന്ന് K സുധാകരൻ പറഞ്ഞു. ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകിയിട്ടുണ്ട്. KPCC സമിതി ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചതാണ്. അതിൽ തെറ്റുകാരാണെന്ന് കണ്ടെത്തിയവർക്കെതിരെ നടപടിയെടുക്കുമെന്നും സുധാകരൻ പറഞ്ഞു. മട്ടന്നൂരിലെ പ്രശ്നമുണ്ടല്ലോ, അല്ല വയനാട്ടിലെ പ്രശ്നം, വിജയന്റെ മരണം, അതിനെക്കുറിച്ച് പോലീസിന്റെ ഞാൻ എൻ്റെ എൻ്റെ അവർ ബന്ധുക്കളിലൊക്കെ വന്ന് കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു, എനിക്ക് കത്ത് തന്നിരുന്നു. അതൊക്കെ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ എടുക്കാൻ വേണ്ടി പോലീസുകാർ വന്നു, സ്റ്റേറ്റ്മെന്റ് എടുത്തു, അവർ പോയി. അങ്ങനെ നേതാക്കൾ, ഞങ്ങളൊരു കമ്മിറ്റി അവിടെ ഉണ്ടല്ലോ, ഉത്തരവാദിത്തപ്പെട്ടവരല്ലേ. ഞാൻ ആ കാര്യങ്ങൾ അന്വേഷിക്കാൻ KPCC നേതൃത്വത്തിന് ഒരു ടീമിനെ ഉണ്ടാക്കി, അവരെ ഏൽപ്പിച്ചു. അവർ ചർച്ച നടത്തി, അവരന്വേഷിച്ചു. അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറ്റവാളികൾ, കുറ്റം ചെയ്തവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. അതിനെക്കുറിച്ച് പാർട്ടി ആലോചിച്ച് ചർച്ച നടത്തി അതിൻ്റെ മേലെ യുക്തമായ തീരുമാനം അവർ. ഇന്ന് MK രാജരത്നത്തിന്റെ 13ാം ചരമവാർഷിക ദിനം. ശിഷ്യരും കായിക പ്രേമികളും ചേർന്ന് ഗുരുസ്മരണ സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി ടൗൺ സ്ക്വയറിൽ നടന്ന റെസ്ലിംഗ് ഫിയസ്റ്റ KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വെറ്ററൻസ് എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഒരു വലിയ നിലയിലുള്ള റെസ്ലിംഗ് ഫെസ്റ്റിവലാണ്, ഒരു ഗുസ്തി ചാമ്പ്യൻഷിപ്പ് 2025 എന്ന പേരിൽ ഇന്ന് രാവിലെ മുതൽ ഇവിടെ ആരംഭിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ കായിക മേഖലയിലെ ഇന്ത്യക്ക് വലിയ അഭിമാനകരമായ മുന്നേറ്റം എല്ലാ തലത്തിലും ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു മേഖലയാണ് ഗുസ്തി എന്നത്. നമുക്ക് സമീപകാലത്ത് രാജ്യത്തുണ്ടായിട്ടുള്ള ഒട്ടേറെ സംഭവ വികാസങ്ങൾ ഗുസ്തിയോടുള്ള നമ്മുടെ കേരളത്തിലുൾപ്പെടെ പുതിയ തലമുറ നല്ലതുപോലെ അതിനോട് ആഭിമുഖ്യം പുലർത്തുകയും അവരെല്ലാം നല്ല മുന്നേറ്റം നമുക്ക് ഇതിൻ്റെ ഭാഗമായ അസോസിയേഷൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ടാകുകയും ചെയ്തു. ഈ ചാമ്പ്യൻഷിപ്പ് നമ്മുടെ വളർന്നു വരുന്ന പുതിയ പ്രതിഭകൾക്ക് ഒരു മെച്ചപ്പെട്ട അവസരം സൃഷ്ടിക്കുന്ന ഒന്നായിട്ട് മാറും. അവസരങ്ങളാണ് പ്രതിഭകളെ രൂപപ്പെടുത്തിയെടുക്കുക. തീർച്ചയായും ഈ ചാമ്പ്യൻഷിപ്പ് ആ അർത്ഥത്തിൽ വളർന്നു വരുന്ന പ്രതിഭകളായിട്ടുള്ള റെസ്ലിംഗ് മേഖലയിലെ പ്രതിഭകളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, കായിക താരങ്ങൾക്ക് ഒരു വലിയ മികച്ച അവസരമായിട്ടാണ് മാറാൻ പോകുന്നത്. ഗോദയിലെ കരുത്തും ഗുസ്തിയുടെ മന്നനുമായി MK രാജരത്നത്തിന്റെ ഓർമ്മ പുതുക്കാനായാണ് ശിഷ്യരും കായിക പ്രേമികളും ചേർന്ന് ഗുരുസ്മരണ സംഘടിപ്പിച്ചത്. ഗുസ്തിയിലും ഭാരോദ്വഹനത്തിലും കണ്ണൂരിന്റെ പേര് സംസ്ഥാന ദേശീയ തലത്തിൽ ഉയർത്തിയ കായിക താരമാണ് കാടാച്ചിറയിലെ രാജരത്നം. രാഷ്ട്രീയ സാമൂഹിക രംഗത്തും അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചു. സേവാദൾ ബോർഡ് ചെയർമാൻ മുതൽ DCC അംഗം വരെയായിരുന്നു. അരനൂറ്റാണ്ടിലധികം കായിക രംഗത്ത് തിളങ്ങിയ നിറസാന്നിധ്യമായിരുന്നു. ടൗൺ സ്ക്വയറിൽ സംഘടിപ്പിച്ച റെസ്ലിംഗ് ഫിയസ്റ്റ 2025 സംഘാടക സമിതി ചെയർമാൻ തമ്പാൻ ബൊമ്മാഞ്ചേരി സ്വാഗതം പറഞ്ഞു. സ്റ്റേറ്റ് റെസ്ലിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് M നിസാമുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് KV വേണുഗോപാലൻ വിശിഷ്ട അതിഥിയായി. റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ കോമ്പറ്റീഷൻ ഡയറക്ടർ, ഇന്ത്യൻ റെസ്ലിംഗ് മുൻ സെക്രട്ടറി ജനറൽ പ്രസൂൺ VN, മുൻ സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് OK വിനീഷ്, കണ്ണൂർ ജില്ലാ റെസ്ലിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ, ഇന്ത്യൻ സ്റ്റൈൽ റെസ്ലിംഗ് നാഷണൽ വൈസ് പ്രസിഡന്റും സംസ്ഥാന പ്രസിഡന്റുമായ ഷാഹിർ പള്ളിക്കണ്ടി, മുൻ നാഷണൽ ഗുസ്തി താരം വേണു ഗുരുക്കൾ, സയ്യിദ് അബ്ദുൾ ഖാദർ, ഗുരുനാഥന്റെ മകൻ രജിത് രാജരത്നം, ഗുസ്തി താരം മുഹമ്മദ് ഷമീർ EV, CK രാജൻ, മനോജ് കുമാർ, പ്രശാന്ത്, സുഹാസ് CH പ്രദീപൻ, SM വിവേക്, KVT ആസാദ്, സജീവൻ ചെല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി ന്യൂസ് കണ്ണൂർ. Now, Aishwarya Chen Kannur versus Nivedita in Palakkad. 2.2 red. Score 2-0. ചുവപ്പ് സിംഗ്ലേറ്റ് ധരിച്ച ഗുസ്തിക്കാരൻ 0, നീല സിംഗ്ലേറ്റ് ധരിച്ച ഗുസ്തിക്കാരന് 4 പോയിന്റും കരസ്ഥമാക്കിയിരിക്കുന്നു. ധർമ്മടം അണ്ടലൂരിൽ കളിക്കുന്നതിനിടയിൽ തലയിൽ അലൂമിനിയം കലം കുടുങ്ങിയ 2 വയസ്സുകാരിക്ക് രക്ഷകരായി തലശ്ശേരി അഗ്നിരക്ഷാസേന. ധർമ്മടം അണ്ടലൂർ മുണ്ടുപറമ്പിൽ താമസിക്കുന്ന 2 വയസ്സുകാരിയുടെ തലയിലാണ് വെള്ളിയാഴ്ച രാവിലെ കലം കുടുങ്ങിയത്. അടുക്കളയിൽ പാത്രം കൊണ്ട് കളിക്കുമ്പോഴാണ് അബദ്ധത്തിൽ കുട്ടിയുടെ തലയിൽ അലൂമിനിയത്തിന്റെ കലം കുടുങ്ങിയത്.
കളിക്കുന്നതിനിടയിൽ അലൂമിനിയം കലം തലയിൽ കുടുങ്ങിയ 2 വയസ്സുകാരിക്ക് തുണിയായി ഫയർഫോഴ്സ്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ വീട്ടുകാർ കലം ഊരി മാറ്റാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ഇതോടെയാണ് കരയുന്ന കുട്ടിയെയും കൊണ്ട് വീട്ടുകാർ തലശ്ശേരി ഫയർ സ്റ്റേഷനിൽ എത്തിയത്. ഏറെ സമയമെടുത്താണ് കുട്ടിയുടെ തലയിൽ കുടുങ്ങിയ അലൂമിനിയത്തിന്റെ കലം അഗ്നിരക്ഷാ സേനാ ഉദ്യോഗസ്ഥർ മുറിച്ചു നീക്കിയത്. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ OK രജീഷ്, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ബിജോയ്, ബിനീഷ് നെയ്യോത്തി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇനി വാണിജ്യം. ഇന്ത്യയിലെ പ്രമുഖ ബിസിനസ് ബാങ്കിംഗ് പ്ലാറ്റ്ഫോമായ ജെയ് ട്രേഡ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പുതിയ ബ്രാഞ്ച് താഴെച്ചുവയിൽ പ്രവർത്തനം ആരംഭിച്ചു. താഴെച്ചുവ KP ടവറിൽ 3ാം നിലയിലാണ് ഓഫീസ് പ്രവർത്തനം തുടങ്ങിയത്. മേയർ മുസ്ലിഹ് മഠത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ജെയ് ട്രേഡ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ ജയ്ദീപ് KK, ജനറൽ മാനേജർ ജിലി വിനീത്, അക്കൌണ്ട്സ് ADM ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഹെഡ് അജിത് കുമാർ KK, കണ്ണൂർ സെൻട്രൽ ബ്രാഞ്ച് മാനേജർ ക്രിസ്റ്റോ ജോയ്സൺ എന്നിവർ പങ്കെടുത്തു. എല്ലാ സേവനങ്ങളും അത് ഒരു ഒറ്റ പ്ലാറ്റ്ഫോമിൽ തന്നെ ലഭ്യമാവുക എന്നുള്ളത് ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പമുള്ള കാര്യം. ഇന്ന് നമുക്ക് ഒരുപാട് ലോണുകളൊക്കെ ലഭ്യമാണ്. ഹൗസിംഗ് ലോണായാലും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു ബിസിനസ് ലോണായാലും നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല പലിശ നിരക്ക് ഏറ്റവും എളുപ്പത്തിൽ ലഭ്യമാവുക എന്നുള്ളതാണ്. ഒരു ആളെ സംബന്ധിച്ച് സേവനം ആവശ്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം വിവിധ ബാങ്കുകളിൽ കയറി ചെന്ന് ഓരോ ബാങ്കിൻ്റെയും സേവനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ അതിനനുസരിച്ച് നടപടികൾ പൂർത്തിയാക്കുന്നതിനാകുന്ന സമയം ആ സമയം ലഘൂകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഗുണപരമായ കാര്യം. ഇത്തരം കാര്യങ്ങളൊക്കെ ആവശ്യമായ ബാങ്കുകൾ ലഭ്യമായ സർവീസുകൾ ഏറ്റവും എളുപ്പത്തിൽ കുറഞ്ഞ പലിശ നിരക്കിൽ നല്ല ഒരു അഡ്വൈസ് ലഭ്യമാക്കുന്നതാണ്. 200-ൽ പരം ഫ്രാഞ്ചൈസികളും 500-ൽ പരം ബിസിനസ് അസോസിയേറ്റ്സുമായി ജെയ് ട്രേഡ് ഗ്രൂപ്പ് ബിസിനസ് വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് കണ്ണൂർ താഴെച്ചുവയിൽ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചതെന്ന് മാനേജിംഗ് ഡയറക്ടർ ജയ്ദീപ് KK പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ജെയ് ട്രേഡ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ കണ്ണൂർ ശാഖ ഇവിടെ ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലുടനീളം എല്ലാവർക്കും എല്ലാവിധ ഫിനാൻഷ്യൽ സേവനങ്ങളും ലീഗൽ സേവനങ്ങളും ഡിജിറ്റൽ ബാങ്കിങ് സൊല്യൂഷൻ തുടങ്ങി ഒരു ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ട എല്ലാവിധ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ഒരുക്കിക്കൊണ്ടാണ് ജെയ് ട്രേഡ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കണ്ണൂരിലെ എല്ലാ ബിസിനസ്സുകാർക്കും എല്ലാ സാധാരണക്കാർക്കും ഹൗസിംഗ് ലോണുകൾ, ബിസിനസ് ലോൺ, പ്രോപ്പർട്ടി ലോൺ, പേഴ്സണൽ ലോൺ തുടങ്ങിയ എല്ലാവിധ സാമ്പത്തിക സേവനങ്ങളും വളരെ വേഗത്തിൽ സുതാര്യമായ പ്രവർത്തനത്തിലൂടെ വളരെ വേഗത്തിൽ വളരെ എളുപ്പത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ജെയ് ട്രേഡിൻ്റെ ഒരു ലക്ഷ്യം. കൂടാതെ ജെയ് ട്രേഡ് ഫൈനാൻസ് മാത്രമല്ല, നമുക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ ഈ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ടിട്ട് ഈ കണ്ണൂർ ജില്ലയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഈ ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെടുക. താഴെ ചൊവ്വയിലാണ് നമ്മുടെ ബ്രാഞ്ച് സ്ഥിതി ചെയ്യുന്നത്. താങ്ക് യു. ഒരു ബിസിനസ്സുകാരനോ സാധാരണക്കാരനോ വേണ്ട എല്ലാവിധ ബാങ്കിംഗ് കോർപ്പറേറ്റ് സേവനങ്ങളും ഒറ്റക്കുടക്കീഴിൽ ജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് കണ്ണൂരിൽ പുതിയ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചത്. സാമ്പത്തിക സേവനങ്ങൾ കൂടാതെ നിയമസഹായങ്ങൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ജോബ് കൺസൾട്ടൻസി, BDS സർവീസ്, ഇൻവെസ്റ്റ്മെന്റ് ഇൻഷുറൻസ് പാക്കേജുകൾ തുടങ്ങിയവയും ജെയ് ട്രേഡ് ഗ്രൂപ്പ് നൽകുന്നുണ്ട്. ഹൌസിംഗ് ലോൺ, പ്രോപ്പർട്ടി ലോൺ, പേഴ്സണൽ ലോൺ, മുദ്രാ ലോൺ തുടങ്ങിയ സേവനങ്ങളിലൂടെ വിശ്വാസ്യതയാർജിച്ച ജെയ് ട്രേഡ് ഗ്രൂപ്പ് 1 ലക്ഷത്തിൽ പരം കസ്റ്റമേഴ്സുമായി നിലവിൽ കോർപ്പറേറ്റ് രംഗത്ത് വിജയക്കൊടി നാട്ടുകയാണ്. സിറ്റി ന്യൂസ് കണ്ണൂർ. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 9,005, പവന് 72,040 രൂപ, വെള്ളി 110 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. 7 പരീക്ഷകൾ മാറ്റി സർവകലാശാലയിൽ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം. KSU സർവകലാശാല കവാടത്തിൽ വാഴ വെച്ചു. MSF ഇരച്ചുകയറാൻ ശ്രമിച്ചു. സംഘർഷവും അറസ്റ്റും. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യ. K സുധാകരന്റെ മൊഴി രേഖപ്പെടുത്തി പോലീസ്. ചോദ്യം ചെയ്യൽ നടാലിലെ വീട്ടിൽ കൃത്യമായി മറുപടി നൽകിയതായി K സുധാകരൻ. ഗുസ്തിയിലെ കണ്ണൂർ രത്നത്തെ അനുസ്മരിച്ച് കായിക പ്രേമികൾ. ഗുരുസ്മരണയിൽ ടൗൺ സ്ക്വയർ മുഴുകി. പരിപാടിയുടെ ഭാഗമായി വിവിധ കായിക മത്സരങ്ങളും. ആശംസകൾ നേർന്നത് കായിക താരങ്ങളും കലാകാരന്മാരും. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.